BJP ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദേശീയ തലത്തിൽ മണ്ഡല പുനർനിർണയം വേഗത്തിൽ നടപ്പാക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പാർലമെന്റിൽ 33% വനിതാ സംവരണം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ടെന്നും അമിത്ഷാ. വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, BJP ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രതികരണവും ഈ അഭിമുഖത്തിൽ അമിത്ഷാ വ്യക്തമാക്കുകയാണ്. വിവരങ്ങൾ നൽകിയ മറുപടിയിലാണ്, അവർക്ക് നൽകിയ ഉത്തരത്തിലാണ് ഈ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, BJP ദേശീയ അധ്യക്ഷൻ പ്രഖ്യാപനം വൈകുന്നത് എന്താണ് എന്ന്. അതിന് നൽകിയ മറുപടിയിലാണ് ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. ദേശീയ തലത്തിൽ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട് അടക്കം അതിനെ എതിർപ്പറിയിച്ച് രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ അത് സംബന്ധിച്ച ചോദ്യത്തിന് ദേശീയ തലത്തിലുള്ള മണ്ഡല പുനർനിർണയം വേഗത്തിൽ നടപ്പാക്കില്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. മാത്രമല്ല, കേരള തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് മണ്ഡല പുനർനിർണയം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പാർലമെന്റിൽ 33% വനിതാ സംവരണം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ടെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കുമെന്നും അമിത്ഷാ പറയുന്നു. അതായത് ഈ അടുത്ത കാലത്തായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു.